പൊന്നാനി പാലപ്പെട്ടി അണ്ടത്തോട് ഏരിയയിൽ അടുത്ത കാലത്ത് കടൽക്ഷോഭം കൂടുതൽ വന്ന് കരയെല്ലാം ഇടിഞ്ഞു തകർന്നിരുന്നു. അതിൻ്റെ ഒരു നേർചിത്രമാണ് ഇന്നത്തെ വീഡിയോ. മൺസൂൺ കാലത്ത് കടലിൽ കൂടുതലുണ്ടാകുമെങ്കിലും ഇപ്രാവശ്യം കാര്യമായ മഴയൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് പുഴവെള്ളം കൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല. അടുത്ത കാലങ്ങളിലായിട്ട് കടൽക്ഷോഭം വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. പ്രകൃതിയുടെ താളത്തിൽ വന്ന മാറ്റമാണെന്നാണ് നിരീക്ഷകരെല്ലാം പറയുന്നത്. പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടാണിത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പണമുള്ള ആളുകൾ സ്ഥലം വാങ്ങി ബീച്ച് റിസോർട്ട് ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ്, ആധുനിക ട്രെൻഡ് ആണിത്. അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഫാമിലിയായും അല്ലാതെയും കടൽ കാണാൻ വരുന്ന പലരും കടലിൽ കുളിക്കുന്നുണ്ട്. സത്യത്തിൽ കടൽക്കുളി ഏറ്റവും അപകടകരമാണ്. പല സ്ഥലത്തും ആഴമുള്ള സ്ഥലത്തായിരിക്കും കുളിക്കുന്നത്. അവിടെ ചുഴികളുണ്ടാവും. മാത്രമല്ല തിരക്ക് തന്നെ ഭയങ്കര ശക്തിയാണ്. അതുകൊണ്ട് കടലിൽ കുളിക്കുന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. പ്രത്യേകിച്ചും കടലുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ കുളം പോലെ കരുതി കടലിൽ വന്ന് കുളിച്ച് ദിവസേനയെന്നോണം പല ആളുകളും മോർച്ചറിയിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ചെറിയ കുട്ടികളെ കൊണ്ടുവരരുത്. വലിയ ആളുകളാണെങ്കിലും നീന്തം അറിയാത്ത ആരും വെള്ളത്തിൽ ഇറങ്ങാൻ പാടേയില്ല. അറിയുന്നവരും ഇതിൽ ഈ തിരയുടെ ശക്തിയിൽ പെടും. അതുകൊണ്ട് തിര വരുന്ന ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് മാത്രം വെള്ളത്തിൽ ഇറങ്ങുക. പെട്ടെന്ന് അത് ആ പരിപാടി അവസാനിപ്പിച്ച് കരയിൽ വന്നിരിക്കുക, കാറ്റ് കൊള്ളുക എന്നല്ലാതെ ബീച്ച് ഒരു മരണവക്കാക്കി മാറ്റരുത്. ഇന്നത്തെ കാലത്ത് ടൂറിസം വളരെ അപകടം പിടിച്ചതാണ്. മലയിലാവട്ടെ കടലിലാവട്ടെ എവിടെയും ഓരോ ദിവസവും വരുന്നത് വിനോദത്തിലൂടെ വളരെ അപകടങ്ങളാണ് സംഭവിക്കുന്നത്. വലിയ പണക്കാരും എത്ര ഉന്നതരായിട്ടും കാര്യമില്ല, അവരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും പ്രാദേശിക ആളുകളും എല്ലാം ഇക്കാര്യത്തിൽ ജാഗ്രത ആവേണ്ടതുണ്ട്. ഈ ഭാഗത്തെല്ലാം കടൽ കരയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള തീരവാസിയായ ഒരാൾ പറഞ്ഞത്, ഇവിടെ തീരദേശത്തുണ്ടായിരുന്ന റോഡ് 1/2 കിലോമീറ്റർ കടൽ ഭാഗത്തായിരുന്നാണ് പറയുന്നത്. ഇപ്പോൾ അത്രയും ഭാഗം കടലെടുത്തു. വാർത്തകളിൽ പലപ്പോഴും റിപ്പോർട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതായത് പള്ളികൾ കടൽക്ഷോഭത്തിലെല്ലാം രക്ഷപ്പെട്ടത്. പക്ഷേ ഇവിടെ 2 പള്ളികൾ നഷ്ടപ്പെട്ടു. ഈ പള്ളിക്ക് വലിയ ഡാമേജ് വന്നു. ഇപ്പോൾ ഇവിടെ നമസ്കരിക്കാൻ പറ്റില്ല. കാരണം ഒരു ഭാഗം തകർന്നിരിക്കുകയാണ്. അടുത്ത കാലത്തായി ഈ ഭാഗത്ത് ഒരുപാട് വീടുകളും കടലെടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന പുരയിടങ്ങളാണ്. കുറേ കാലമായിട്ടുള്ള നിരീക്ഷണം കര വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന താപമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയപ്പെടുന്നത്. അടുത്ത കാലത്ത് മാലിയെപ്പറ്റിയും ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു. ഏതാനും വർഷത്തിനുള്ളിൽ സമുദ്രനിരപ്പിനോട് സമാനമായി കിടക്കുന്ന മാലിദ്വീപും വെള്ളത്തിൽ അടിയിൽ പോകുമെന്ന് പറഞ്ഞു.
ഈ ഭാഗത്തും ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കരയിൽ കാണുന്നത്. വ്യാപകമായി മരങ്ങൾ, പ്രത്യേകിച്ചും തെങ്ങുകൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് മറിഞ്ഞു വീണ ഇലക്ട്രിക് പോസ്റ്റ് കാണാം. ഇതിന് വടക്ക് ഭാഗത്ത് ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു. കാപ്പിരിക്കാട് ബീച്ചിൽ ഹിലർ പള്ളി. ആ പള്ളി ഇപ്പോൾ ഇല്ല. അത് വ്യാപകമായ ഡാമേജ് വന്നതുകൊണ്ട് ആ പള്ളി പിന്നെ പൊളിച്ചു മാറ്റി. ഇപ്പോൾ കടൽ ഭാഗത്ത് അതിൻ്റെ കിണറിൻ്റെ റിങ്ങുകൾ കാണാം. ആ കാണുന്നത് കിണർ റിങ്ങാണ്. ഇവിടെയാണ് പള്ളി ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ ചരൽ കൂമ്പാരമാണ് കാണുന്നത്. ഒരു സൈലൻറ്റ് സുനാമി ആയിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഓരോ വർഷവും കടലിൻ്റെ ക്ഷോഭം മൂലം കര ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കുന്ന തീരദേശ റോഡുകളെല്ലാം വീണ്ടും കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടൽക്ഷോഭവും മറ്റും തുടരുമ്പോഴും ഒരുപാട് ആളുകൾ ബീച്ചിലോട്ട് ആസ്വാദനത്തിനായിട്ട് വരുന്നുണ്ട്. ബീച്ചിൽ സമയം ചെലവഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് നാട്ടുകാരും പുറത്തുനിന്നുള്ള ആളുകളും. ഇവിടെയുണ്ടായിരുന്ന പള്ളിക്ക് പകരം ഏകദേശം 150 അടി ദൂരത്ത് പുതിയൊരു പള്ളി, ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതാണ് ഈ കാണുന്നത്. അടുത്ത ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ മതിൽക്കെട്ടിനകത്തുള്ള നല്ല വീടുകളെല്ലാം, ടെറസ് വീടുകളെല്ലാം ഇതേ ഗതി സംഭവിക്കുമോ എന്ന് ആശങ്കയുണ്ട്. തീരദേശത്തുള്ള ചെറിയ പെരകളിൽ താമസിക്കുന്ന പലരും താമസം മാറ്റി അവരുടെ ബന്ധു വീടുകളിലേക്ക് മറ്റും.
ഡാമേജ് വന്ന വീടുകളാണെന്നെല്ലാം. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ബീച്ചിലെല്ലാം റിസോർട്ടുകൾ വരുന്നതാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഉയർന്ന തരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് വേണ്ടി ഇത്തരം റിസോർട്ടുകൾ കനത്ത വാടക നൽകി അവർ വാടകയ്ക്കെടുത്ത് താമസിക്കുന്നു. ഇതാണിപ്പോൾ ഇവിടുത്തെ ട്രെൻഡ്.